ഹലോ എവ്രി വൺ, വെൽക്കം ടു കെംഫോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർക്ക് അസിസ്റ്റൻറ്റ് കെമിസ്റ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എക്സാമിൻ്റെ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ട് 1 ആയിട്ട് അത് നിങ്ങൾക്ക് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോയിൽ വരുന്നത് അഗെയിൻ 25 ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത്. സോ നമ്മുടെ ജൂനിയർ അനലിസ്റ്റ് KMML, അതേപോലെ അനലിസ്റ്റ് കേരാഫെഡ്, ഫിംഗർ പ്രിന്റ് സെർച്ചർ, ഈ എക്സാംസിൻ്റെ ഒക്കെ പുതിയ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഇതൊരു നല്ല സ്റ്റാൻഡേർഡ് പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ പേപ്പർ നിങ്ങൾ നിർബന്ധമായും ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ കീ ഫീച്ചർ ഓഫ് ഫിഷർ-ട്രോപ്പ് സിന്തസിസ് ഇസ്. സോ ഫിഷർ-ട്രോപ്പ് സിന്തസിസ് എന്താണെന്നാണ് ബേസിക്കലി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഹൈഡ്രോകാർബൺ ഫോർമേഷൻ, ആൽക്കീൻ ഹൈഡ്രോജനേഷൻ, ആൽക്കീൻ പോളിമറൈസേഷൻ, ഹൈഡ്രോഫോമൈലേഷൻ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ബേസിക്കലി ഫിഷർ-ട്രോപ്പ് സിന്തസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോകാർബണിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. സിന്തസിസ് ഓഫ് ഹൈഡ്രോകാർബൺ അല്ലെങ്കിൽ ഹൈഡ്രോകാർബൺ ഫോർമേഷൻ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഹിയർ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റെഡ് ഹോട്ട് കോക്ക് കാർബൺ എടുത്തിട്ട് സ്റ്റീമിലൂടെ കടത്തിവിടുന്ന സമയത്ത് നമുക്കറിയാം വാട്ടർ ഗ്യാസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ബേസിക് റിയാക്ഷൻ വരുന്നത്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ, അതായത് നമ്മുടെ ഫിഷർ-ട്രോപ്പ് സിന്തസിസ് എന്ന് പറയുന്നത് ഇതേപോലെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ്റെയും സാമ്പിളിലേക്ക് നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ കണ്ടീഷനിൽ കൊബാൾട്ട് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ് ആണ്. ഇത് ഹൈഡ്രോകാർബൺസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ നമ്മൾ ഫ്യൂവൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിയാക്ഷൻ പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആക്യുറസി എക്സ്പ്രസസ്. ആക്യുറസി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ്നെസ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ്, ഫീസിബിലിറ്റി ഓഫ് എൻ എക്സ്പെരിമെൻറ്റ്, ഡീവിയേഷൻ ഫ്രം എക്സ്പെരിമെൻറ്റ്, റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് എൻ എക്സ്പെരിമെൻറ്റ്. ആൻസർ വരുന്നത് ആക്യുറസി എന്ന് പറഞ്ഞാൽ കറക്റ്റ്നെസ് ആണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ, റിയൽ വാല്യൂ അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ ആയിട്ട് എത്രമാത്രം കറക്റ്റ് ആണെന്നുള്ളതാണ് നമ്മൾ ആക്യുറസി വഴി പറയുന്നത്. ആൻഡ് റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ പ്രിസിഷനെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. സോ ഈ ടേംസ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ബട്ട് ആക്യുറസി എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റിന്റെ കറക്റ്റ്നെസ് ആണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്യുറസി റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. ദി എക്സ്പെരിമെന്റൽ വാല്യൂസ് 2.2, 2.3, 2.4 ആർ ഒബ്റ്റെയിൻഡ് while the true value is 4.6. and now if we double each value, then നമുക്ക് തന്നിട്ടുള്ളത് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്, 2.2, 2.3 ആൻഡ് 2.4. ആൻഡ് നമ്മുടെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 4.6 ആണ് അല്ലേ. ഇനി ഇവർ പറഞ്ഞിട്ടുണ്ട് ഈച്ച് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡബിൾ ചെയ്യുന്നു. സോ ഈ വാല്യൂസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4.4, 4.6 ആൻഡ് 4.8 ആണ് അല്ലേ. സോ ദിസ് ഈസ് ദി ഡബിൾഡ് വാല്യൂ. ഇതിൽ ഏതാണ് നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിസിഷൻ ഇസ് ഇൻക്രീസ്ഡ് ബട്ട് ആക്യുറസി ഇസ് ഡിക്രീസ്ഡ്. ബോത്ത് പ്രിസിഷൻ ആൻഡ് ആക്യുറസി ആർ ഇൻക്രീസ്ഡ്. ആക്യുറസി ഇസ് ഇൻക്രീസ്ഡ് ബട്ട് പ്രിസിഷൻ റിമെയിൻസ് അൺചേഞ്ച്ഡ്. ബോത്ത് പ്രിസിഷൻ ആൻഡ് ആക്യുറസി ആർ ഡിക്രീസ്ഡ്. സോ ഇനീഷ്യലി നമുക്ക് ഇവിടെ കാണാം ഈ വാല്യൂസ് തമ്മിൽ ആക്ച്വലി ക്ലോസ് ആണ് അല്ലേ. 2.2, 2.3, 2.4 എന്ന് പറയുമ്പം ഇവർ ആക്ച്വലി പ്രിസൈസ് വാല്യൂസ് ആണ്. സോ ഇവിടെ പ്രിസിഷൻ ഉണ്ട് ബട്ട് ദീസ് വാല്യൂസ് എന്ന് പറയുന്നത് ട്രൂ വാല്യൂയിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. സോ ആക്യുറസി ഇല്ല. ഇനി ഡബിൾ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും വാല്യൂസ് തമ്മിൽ ക്ലോസ്നെസ് ഉണ്ട്. വാല്യൂസ് നമുക്ക് സർട്ടൺ റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എഗെയിൻ ഇവിടെയും പ്രിസിഷൻ ഒബ്സർവ്ഡ് ആണ്. ആൻഡ് ഓൾസോ നമുക്ക് ട്രൂ വാല്യൂവിന് ക്ലോസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, വാല്യൂ കിട്ടുന്നുണ്ട്. ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ വാല്യൂവിന് ക്ലോസ് ആയിട്ടാണ് കിട്ടുന്നത്. സോ ഇവിടെ ആക്യുറസിയും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, പ്രിസിഷൻ ഓൾറെഡി ഉള്ളതായിരുന്നു. സോ പ്രിസിഷൻ ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. അതേപോലെ ഈ ഓപ്ഷനിൽ പറയുന്നത് പ്രിസിഷൻ ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്, ബട്ട് അത് പറയാൻ പറ്റില്ല. ആൻഡ് ഓപ്ഷൻ സി വരുന്നത് ആക്യുറസി ഈസ് ഇൻക്രീസ്ഡ് ബട്ട് പ്രിസിഷൻ റിമെയിൻസ് അൺചേഞ്ച്ഡ്. സോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓൾറെഡി നമുക്ക് ഇവിടെ പ്രിസിഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്രിസിഷൻ റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്. ബട്ട് ആക്യുറസി ഡെഫിനറ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
So this is the correct answer. 29th question, the thermogram in differential thermal analysis അല്ലെങ്കിൽ നമ്മൾ DTA എന്ന് പറയും, ഏതാണ് ആ ഗ്രാഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഡെൽറ്റ ടി വേഴ്സസ് ടെമ്പറേച്ചർ, അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഡിഫറൻഷ്യൽ തെർമോഗ്രാം എന്ന് പറയുന്നത് ഡെൽറ്റ ടി വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. ഇനി ഡി ഡബ്ല്യു ബൈ ഡി ടി വേഴ്സസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഇസ് ഡിഫറൻഷ്യൽ തെർമോഗ്രാവിമെട്രി. ഡിഫറൻഷ്യൽ ടി ജി ആണ്. ടി എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ സ്കാനിങ് കളറിമെട്രി ആണ്, DSC. ഓക്കെ, സോ ആൻഡ് ഇപ്പം ഇവിടെ നമുക്ക് വെറും മാസ് വേഴ്സസ് ടെമ്പറേച്ചർ ആണെങ്കിൽ, വെയിറ്റ് വേഴ്സസ് ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് നോർമൽ TG ആണെന്ന് പറയാം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ഈ ഒരു ടേബിൾ കൊടുത്തതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്യുക. തെർമോഗ്രാവിമെട്രി, അതേപോലെ ഡെറിവേറ്റീവ് തെർമോഗ്രാവിമെട്രി, ദെൻ DTA വരുന്നുണ്ട്, DSC, അതേപോലെ തന്നെ തെർമോമെട്രിക് ടൈട്രിമെട്രി, ദെൻ വരുന്നത് നമ്മുടെ തെർമോ മെക്കാനിക്കൽ അനാലിസിസ് TMA. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ദ ഡോണർ ആറ്റം ഇൻ EDTA നമുക്കറിയാം എത്തിലീൻ ഡയമീൻ ടെട്രാ അസിറ്റിക് ആസിഡ് ആണ്. സോ ഇതിലുള്ള ഡോണർ ആറ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു മൊളിക്യൂളിൽ നമുക്ക് ഡോണർ ആറ്റംസ് ആയിട്ട് വരുന്നത് ഈ 2 നൈട്രജൻസും അതേപോലെ ഇവിടെയുള്ള കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിലുള്ള ഓക്സിജൻ ആറ്റംസും ആണ് ഡോണർ ആറ്റംസ് ആയിട്ട് വരുന്നത്. സോ 2 നൈട്രജൻ ആൻഡ് 4 ഓക്സിജൻ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റിംഗ് കറണ്ട് ഇൻ പൊളാരോഗ്രഫി ഡിപ്പെൻഡ്സ് അപ്പോൺ. സോ പൊളാരോഗ്രഫിയിൽ നമുക്കറിയാം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറണ്ട്സ് വരുന്നുണ്ട്. ലിമിറ്റിംഗ് കറണ്ടും അതേപോലെ റെസിജ്വൽ കറണ്ട് വരുന്നുണ്ട്, ഡിഫ്യൂഷൻ കറണ്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഗ്രാഫാണ്, കറണ്ട് വേഴ്സസ് അപ്ലൈഡ് വോൾട്ടേജ്. സോ ഈ ഒരു പോർഷനെയാണ് നമ്മൾ റെസിജ്വൽ കറണ്ട് എന്ന് പറയുക, ഇത്രയും ഭാഗം. ആൻഡ് ഈ ഒരു കറണ്ട്, അതായത് ഇവിടുന്ന് മുതൽ ഈ ഒരു റെസിജ്വൽ കറണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഈ ഒരു കറണ്ടിനെ നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയും. ദെൻ നമ്മുടെ ലിമിറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഈ ഒരു കോൺസ്റ്റന്റ് ഏരിയയിൽ വരുന്ന കറണ്ടിന്റെ വാല്യൂ ആണ്. സോ നമുക്ക് 1 by 1 നോക്കാം. റെസിജ്വൽ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി സ്മോൾ കറണ്ട് പ്രസന്റ് ഈവൻ വിത്തൗട്ട് എനി ഇലക്ട്രോ ആക്റ്റീവ് സ്പീഷീസ്. സോ ബൈ ഡീഫോൾട്ട് അവിടെ ഉണ്ടാവുന്ന കറണ്ട് ആണ് റെസിജ്വൽ കറണ്ട്, ഡ്യൂ ടു സം ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോലൈറ്റിന്റെ പ്രസൻസ് കാരണം. ആൻഡ് കൈനറ്റിക് കറണ്ട് എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് കൈനറ്റിക് കറണ്ട് എന്ന് പറയുന്നത് ഡ്യൂ ടു ഇലക്ട്രോൺ ട്രാൻസ്ഫർ കൈനറ്റിക്സ് വെൻ ദ റിയാക്ഷൻ റേറ്റ് അറ്റ് ദി ഇലക്ട്രോഡ് സർഫസ് ബിക്കം ലിമിറ്റിംഗ് ഫാക്ടർ. ആക്ച്വലി ഇലക്ട്രോഡ് സർഫസിലുള്ള റിയാക്ഷൻ കാരണം കിട്ടുന്ന കറണ്ടാണ് ഈ കൈനറ്റിക് കറണ്ട് എന്ന് പറയുന്നത്. അതേപോലെ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഡ്യൂ ടു ഡിഫ്യൂഷൻ, അതായത് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോ ആക്റ്റീവ് സ്പീഷീസ് ഫ്രം ബൾക്ക് ടു സർഫസ് ഓഫ് ദി ഇലക്ട്രോഡ്. അപ്പോൾ ആ ഒരു കറണ്ടാണ് നമ്മുടെ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ ലിമിറ്റിംഗ് കറണ്ട് നിങ്ങൾക്ക് കാണാം പിക്ചറിൽ. ഈ ഒരു ലിമിറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഈ എല്ലാ കറണ്ടിന്റെ വാല്യൂസിനാലും ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? 31ന്റെ കേസിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി അബവ്. എല്ലാ കറണ്ടും ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം ഇവിടെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇൽക്കോവിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഗിവ്സ് ദി റിലേഷൻ ബിറ്റ്വീൻ നമ്മുടെ ഡിഫ്യൂഷൻ കറണ്ട് ആൻഡ് ദി കോൺസെൻട്രേഷൻ. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ID is directly proportional to the concentration, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ഇവിടെയുള്ള ഓരോ ടേംസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഹൈ പൊട്ടൻഷ്യൽ ആവുന്ന സമയത്ത്, നമ്മുടെ പൊട്ടൻഷ്യൽ മാക്സിമം ആവുന്ന സമയത്ത് നമ്മുടെ റേറ്റ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ ആക്ച്വലി ലിമിറ്റിംഗ് കറണ്ടിലേക്ക് എത്തിച്ചേരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ ഓഫ് കാഥോഡ് ഇൻ ഹോളോ കാഥോഡ് ലാമ്പ്. ഹോളോ കാഥോഡ് ലാമ്പിൽ ഉപയോഗിക്കുന്ന കാഥോഡ് മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്, നമ്മുടെ ആൻസർ വരുന്നത് C ആണ്. അതായത് ഏത് എലമെന്റിന്റെ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ആണോ നമ്മൾ എടുക്കുന്നത് അതേ എലമെന്റിനെയാണ് നമ്മൾ കാഥോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ടങ്സ്റ്റൺ ആണ് ഇവിടുത്തെ ആനോഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെൽ കോൺസ്റ്റന്റ് ഇസ്. വളരെ സിമ്പിൾ ആണ്, സെൽ കോൺസ്റ്റന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം RS = ρ × L/A, വേറെ R is the resistance, അതേപോലെ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി. ആൻഡ് ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സെന്റിമീറ്ററിലാണ്. ഏരിയനെ നമ്മൾ യൂഷ്വലി സെന്റിമീറ്റർ സ്ക്വയറിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. സോ നമുക്ക് നോക്കാം, സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു L/A വാല്യൂനെയാണ് നമ്മൾ സെൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? ലെങ്ത് ബൈ ഏരിയ ആണ് സെൽ കോൺസ്റ്റന്റ്. സോ 33ന്റെ ആൻസർ വരുന്നത് B ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒലിഫിൻ ഹൈഡ്രജനേഷൻ യൂസിങ്
വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് ഇനിഷ്യേറ്റ്സ് വിത്ത്, അതായത് ഈ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അതായത് ഒലിഫീൻ ഹൈഡ്രോജനേഷൻ നമ്മൾ ചെയ്യുന്നത് വിൽക്കിൻസൺ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ്. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് RHPPH3 ത്രൈസ് Cl ആണ്. സോ ഈ ഒരു റിയാക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഓപ്ഷൻസിൽ ഫോസ്ഫീൻ ഡിസോസിയേഷൻ ഉണ്ട്, അതേപോലെ ഒലിഫീൻ എഡീഷൻ, ഫോസ്ഫീൻ എഡീഷൻ ആൻഡ് ഒലിഫീൻ എഡീഷൻ. ഓക്കെ, സോ ഈ ഓപ്ഷൻസിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് നമുക്കറിയാം ഇതാണ് നമ്മുടെ ഫോമുല വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി എന്തായാലും വരില്ല, ഇവിടെ കാറ്റലിസ്റ്റിന്റെ ഫോമുല തന്നെ മിസ്റ്റേക്ക് ആണ്. ഇനി ബാക്കിയുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ ജസ്റ്റ് ആ ഒരു മെക്കാനിസം ഒന്ന് നോക്കാം. സോ ബേസിക്കലി സംഭവിക്കുന്നത് നമ്മുടെ കാറ്റലിസ്റ്റ് ഇതാണ്, നമ്മുടെ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് ബൈ ഓക്സിഡേറ്റീവ് അഡീഷൻ. അടുത്ത സ്റ്റെപ്പിൽ ഇവിടുന്ന് PPH3 പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. സോ ഇവിടെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഡിസോസിയേഷൻ ഓഫ് PPH3 സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് ഫർദർ PPH3 പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒലിഫീൻ ആഡ് ചെയ്യും. ഓക്കെ, ഒലിഫീൻ അഡീഷൻ. സോ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് വരുന്നത്. അതിനുശേഷം 1,2 ആൽക്കീൻ ഇൻസേർഷൻ. ഓക്കെ, ദാറ്റ് ഈസ് മൈഗ്രേറ്ററി ഇൻസേർഷൻ ആണ് സംഭവിക്കുന്നത്. മൈഗ്രേറ്ററി ഇൻസേർഷൻ എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ടുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതെന്താവും, ഇങ്ങനെ ഒരു CH2CH2R ആയിട്ട് മാറും. ഇനി അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പുറത്ത് ഡിസോസിയേറ്റ് ചെയ്ത് പോയിട്ടുള്ള PPH3 ആഡ് ചെയ്യുന്നു. സോ ഹിയർ കംസ് ദി അഡീഷൻ ഓഫ് PPH3 ആഡ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും, റിഡക്റ്റീവ് എലിമിനേഷൻ ഓഫ് RCH2CH3. സോ ബേസിക്കലി ഇവിടുന്ന് എന്ത് സംഭവിക്കും, ഈ ഒരു ഗ്രൂപ്പ്, അതായത് ഇവിടുത്തെ ഹൈഡ്രജനും അതേപോലെ തന്നെ RCH2CH2 ഗ്രൂപ്പ് ഒക്കെ കൂടി പുറത്തേക്ക് പോവും. സോ നമുക്ക് വീണ്ടും കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്യും. സോ നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്സിഡേറ്റീവ് എഡിഷൻ ഓഫ് H2 ആണ്. ബട്ട് അക്കോർഡിംഗ് ടു അവർ ഓപ്ഷൻ നമുക്ക് കാണാം ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്, ഡിസോസിയേഷൻ ഓഫ് PPH3 ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഒലിഫീൻ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഫോസ്ഫീനെ ഡിസോസിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഫ്രീ റാഡിക്കൽസ് ആർ ഡിറ്റക്റ്റഡ് ബൈ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, CIDNP. CIDNP എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് NMR സ്പെക്ട്രോസ്കോപ്പി ആണ്. ആൻഡ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത് കെമിക്കലി ഇൻഡ്യൂസ്ഡ് ഡൈനാമിക് ന്യൂക്ലിയർ പോളറൈസേഷൻ. ഓക്കെ, ഇനി നമുക്കറിയാം മാസ് സ്പെക്ട്രം നമ്മൾ യൂസ് ചെയ്യുന്നത് മൊളിക്കുലാർ മാസിന്റെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ്. മൊളിക്കുലാർ മാസ് ഡിറ്റർമിനേഷൻ, അതേപോലെ ഫ്രാഗ്മെന്റേഷൻ പാറ്റേൺ സ്റ്റഡി ചെയ്യാനാണ്. അടുത്തത് UV സ്പെക്ട്രം നമുക്കറിയാം, ഇറ്റ് ഇസ് ഇലക്ട്രോണിക് സ്പെക്ട്രം. അത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കോൺജുഗേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ്. ദെൻ മോസ്ബാർ സ്പെക്ട്രം നമുക്ക് അറിയുന്നതാണ്, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് അയേൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ടിന്ന് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിന്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫ്രീ റാഡിക്കൽ നമ്മൾ ചെയ്യുന്നത് CIDNP, കെമിക്കലി ഇൻഡ്യൂസ്ഡ് ഡൈനാമിക് ന്യൂക്ലിയർ പോളറൈസേഷൻ, ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ അണ്ടർഗോസ് വിതൗട്ട് ദി ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ്. ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യാത്ത റിയാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം SN1 റിയാക്ഷൻ എന്ന് പറയുന്നത് കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്യുന്നത്. സോ ഹിയർ വി ആർ ഗെറ്റിംഗ് എ കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ്. ഓക്കെ, ഇനി SNI റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ടെർഷ്യറി ആൽക്കഹോളിന് നമ്മൾ എന്ത് ചെയ്യുന്നു, SOCl2 വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് SOCl2 എന്ന് പറയുന്നത് നമുക്കറിയാം S ഡബിൾ ബോണ്ടോ Cl ആണ്. ഇനി ഇവിടെയുള്ള ഓക്സിജന്റെ ലോൺ പെയർ ഒന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും. സോ ബേസിക്കലി ഇവിടുന്ന് സൾഫറിലുള്ള ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്, ഇവിടെ നമുക്ക് ഓക്സിജൻ ഉണ്ട്, ഇവിടുത്തെ ഹൈഡ്രജൻ അവിടെ തന്നെ ഉണ്ട്. ദെൻ ഓക്സിജന്റെ മേലെ പ്ലസ് ചാർജ് വന്നു, O- ആയി, ദെൻ 2 Cls ആർ അവൈലബിൾ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു H+ ആയിട്ട് പുറത്തു പോകും. അതേപോലെ തന്നെ ഇവിടുത്തെ O- ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് Cl- എലിമിനേറ്റ് ചെയ്യും. സോ നമുക്ക് കിട്ടുന്നത് 3 R ഗ്രൂപ്പ്സ് ഉണ്ട്, ദെൻ O, അതേപോലെ S ഡബിൾ ബോണ്ടോ Cl. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ നമുക്ക് കിട്ടുന്നത് R3C+. സോ ഹിയർ വി ആർ ഗെറ്റിംഗ് എ കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ്. ആൻഡ് ഓൾസോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് സംഭവിക്കും, ഇവിടുത്തെ ഈ ഒരു Cl ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ് ആണ്. ആൻഡ് SO2 ഗ്യാസ് നമുക്ക് ഇവിടുന്ന് റിലീസ് ചെയ്യാം. ഈ ഒരു Cl- നമുക്ക് പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് SO2 ഗ്യാസ് റിലീസ് ചെയ്യാൻ പറ്റും. സോ അതായിരിക്കും അത് പ്രിഫർ ചെയ്യുന്നത്, SO2 റിലീസ് ചെയ്തു. സോ R3C+ എന്ത് സംഭവിക്കും, നമുക്ക് ഈ ഒരു Cl- മോളിക്യൂളും കിട്ടും. ഇനി
അടുത്ത സ്റ്റെപ്പിൽ ഇത് റിയാക്ട് ചെയ്യും. സോ നമുക്ക് ഫൈനലി R3CCl നമ്മുടെ ക്ലോറൈഡ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഇന്റേണലി തന്നെ ഒരു ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ആണ് ബേസിക്കലി സംഭവിച്ചിട്ടുള്ളത് അല്ല. ഇവിടെ നമുക്കറിയാം ഈ ഒരു Cl ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് ആ Cl തന്നെയാണ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിയോഫൈലായിട്ട് അറ്റാക്ക് ചെയ്തത്. സോ ഇവിടുത്തെ ഈ ഒരു Cl- എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി ന്യൂക്ലിയോഫൈൽ ആണ്. സോ ദിസ് ഇസ് ആൻ ഇന്റേണൽ റിയാക്ഷൻ. സോ ബേസിക്കലി നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഇവിടെ ഒരു കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ആണ് നമുക്ക് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ SN1 റിയാക്ഷനിലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇനി SN2 റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്ന് പറയുന്നത് ഒരു കൺസേർട്ടഡ് മെക്കാനിസം ആണ്, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. SN2 റിയാക്ഷനിലാണ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യാത്തത്. നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. In E2 reaction, the dihedral angle of syn periplanar conformation is. Syn periplanar conformationന്റെ ഡൈഹെഡ്രൽ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം E2 മെക്കാനിസം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസം ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു ലീവിംഗ് ഗ്രൂപ്പ് ഉണ്ട് ആൻഡ് ഇവിടെ നമുക്കൊരു ഹൈഡ്രജൻ. ഓക്കെ, സോ ഇവിടെയൊക്കെ ഗ്രൂപ്പ്സ് ഉണ്ട്, നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേസിന്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും, ഈ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് പോവും ആൻഡ് ഇവിടുത്തെ ലീവിംഗ് ഗ്രൂപ്പ് ലീവ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കിട്ടുന്നത് ഒരു ആൽക്കീൻ ആണ് അല്ലെ. സോ ഇതാണ് നമ്മുടെ സിമ്പിൾ E2 മെക്കാനിസം എന്ന് പറയുന്നത്. സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസം ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ്. സോ ഇവിടെ നമ്മളൊരു കണ്ടീഷൻ പറയാറുണ്ട്, എന്താണ്, ആന്റി പെരിപ്ലനാർ കൺഫോർമേഷനിലായിരിക്കണം എന്ത്, നമ്മുടെ ഹൈഡ്രജൻ ആൻഡ് ലീവിംഗ് ഗ്രൂപ്പ്. ഓക്കെ, ഹൈഡ്രജൻ ആൻഡ് ലീവിംഗ് ഗ്രൂപ്പ് ഷുഡ് ബി ആന്റി പെരിപ്ലനാർ ഫോർ ഹാവിംഗ് our E2 റിയാക്ഷൻ. സോ ആന്റി പെരിപ്ലനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഉള്ള ഡൈഹെഡ്രൽ ആംഗിൾ. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് വരുന്നത് ആൻഡ് ഇവിടെ ആണെങ്കിലോ ഹൈഡ്രജൻ ഈ ഒരു ഡയറക്ഷനിലേക്കാണ്. സോ ഇവർ തമ്മിലുള്ള ഡൈഹെഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ബട്ട് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിൻ പെരിപ്ലനാർ കോൺഫോർമേഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, സിൻ പെരിപ്ലനാർ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഈ ലീവിംഗ് ഗ്രൂപ്പും അതേപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ഹൈഡ്രജനും ഇവർ രണ്ടുപേരും ഒരേ സൈഡിലേക്ക് വരും. സോ ഇവിടെയുള്ള ഈ ഒരു ഡൈഹെഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ഡിഗ്രി ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, 0 ഡിഗ്രി. ഓക്കെ, സോ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണം. നമ്മൾ E2 എന്ന് കണ്ട പാടെ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ആന്റി പെരിപ്ലനാർ ആണെന്ന് വിചാരിച്ചിട്ട് 180 മാർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇലക്ട്രോഫൈൽ. നോട്ട് ആൻ ഇലക്ട്രോഫൈൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കാരണം നമുക്കറിയാം CH4 എന്ന് പറയുന്നത് എല്ലാം സിഗ്മ ബോൺസ് ആണ്. ഓക്കെ, സോ ഇവിടെ പ്രത്യേകിച്ച് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളതോ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതോ ആയ സെൻറ്റേഴ്സ് അവൈലബിൾ അല്ല. ഓക്കെ, സോ ഇതിനെ നമുക്ക് ന്യൂക്ലിയോഫൈൽ എന്നോ ഇലക്ട്രോഫൈൽ എന്നോ പ്രത്യേകിച്ച് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി SO3 നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ നമ്മൾ 3 ഓക്സിജൻ ആറ്റംസുമായിട്ടാണ് സൾഫർ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ സെൻറ്റേഴ്സ് ആണ് വരുന്നത്. മോറോവർ നമ്മൾ ഇങ്ങനെ ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഇവിടെ S+ വരും, ദെൻ O- വരും, അതേപോലെ C ഡബിൾ ബോണ്ടോ. സോ നമുക്ക് പറയാം ഇതൊരു ഇലക്ട്രോഫിലിക് സെന്റർ ആണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സെന്റർ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി Br+ എന്ന് പറയുമ്പോൾ ഒബ്വിയസ് ആണ്, ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സെന്റർ ആണ് നമുക്ക് വരുന്നത്. BF3 ആണെങ്കിൽ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോറോന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് 8 ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. സോ ഇവിടെ 6 ഇലക്ട്രോൺസ് മാത്രമേ വരുന്നുള്ളൂ. സോ ഇതൊരു ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബോറോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സെന്റർ ആണ്. നമുക്കറിയാം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ലൂയിസ് ആസിഡ് സൈറ്റ്, അതായത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സെന്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ലൂയിസ് ആസിഡ് സൈറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഹോമോലിറ്റിക് ഫിഷൻ ഓഫ് ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ ഇസ് ഫേവേർഡ് മോസ്റ്റ് ഇൻ ബോണ്ട്. ഹോമോലിറ്റിക് ഫിഷൻ നമുക്കറിയാം ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ആണ് സംഭവിക്കുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് ഫിഷൻ ഇസ് നോൺ ആസ് ഹോമോലിറ്റിക് ഫിഷൻ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2 ഓക്സിജൻ റാഡിക്കൽസ് ആയിരിക്കും അല്ലെ. ഇനി 2 ഓക്സിജൻ ആറ്റംസ് തമ്മിലുള്ള ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വീക്ക് ആണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോണ്ട് ബിറ്റ്വീൻ ടു ഹെറ്ററോ ആറ്റംസ് ഇസ് കൺസിഡർഡ് ടു ബി വീക്ക്.
അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, രണ്ട് ഹെറ്ററോ ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് വീക്കാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് ഹോമോലിറ്റിക് ഫിഷൻ ഫേവർ ചെയ്യുന്നത് ഇവിടെയായിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ക്യാൻ ബി സീൻ ഇൻ സാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ വിച്ച് ആർ സാച്ചുറേറ്റഡ്, അതിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത് ഏത് ടൈപ്പ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം, ഇവിടെയുള്ള ഓക്സിജനിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട്, പൈ സ്റ്റാർ ഓർബിറ്റൽസും അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇവിടെ പൈ ഓർബിറ്റൽസും അവൈലബിൾ ആണ്, പൈ സ്റ്റാർ ഓർബിറ്റൽസും അവൈലബിൾ ആണ്. ദെൻ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഓഫ് ഓക്സിജനും അവൈലബിൾ ആണ്. സോ ബേസിക്കലി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് N to പൈ സ്റ്റാർ ട്രാൻസിഷൻസും അതേപോലെ തന്നെ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസും ഇവിടെ പോസിബിൾ ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദി സ്ട്രക്ചർ ഓഫ് E1 ബ്രോമോ 1 chloropropene ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ്. സോ ഇവിടെ ഈ ആൽക്കീൻ ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിലുള്ള ഗ്രൂപ്പുകൾ എവിടെയായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവും, സെയിം സൈഡ് ആണോ ഓപ്പോസിറ്റ് സൈഡ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സ്ട്രക്ചർ വരച്ചു നോക്കാം. ഈ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ട്രാൻസ് ആൽക്കീൻ ആൻഡ് റെഡ് ആൽക്കീൻ ആണെങ്കിലോ സിസ് ആൽക്കീൻ ആണ് അല്ലെ. അപ്പോൾ ഈ ആൽക്കീൻ എന്ന് പറയുമ്പം ഇവിടെ പ്രൊപ്പീൻ ആണ് വന്നിട്ടുള്ളത് ആൻഡ് 1 chloro 1 bromo പ്രൊപ്പീൻ ആണ്. സോ ഇതാണ് നമ്മുടെ കാർബൺ 1 എങ്കിൽ, ഫസ്റ്റ് കാർബൺ ആണെങ്കിൽ ഇവിടുത്തെ കാർബണിൽ ബ്രോമിൻ ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ നമ്മുടെ ക്ലോറിൻ ഗ്രൂപ്പും ഉണ്ട് അല്ലെ. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് കാർബണിൽ നമുക്കൊരു CH3 ഗ്രൂപ്പും അതേപോലെ ഒരു ഹൈഡ്രജനും ആണ് വരുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു നമ്പേഴ്സ് നമ്പർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക 1 2 3. സോ ഫസ്റ്റ് കാർബണിൽ നമുക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്, അതേപോലെ ഫസ്റ്റ് കാർബണിൽ ബ്രോമിനും ക്ലോറിനും അവൈലബിൾ ആണ്. സെക്കൻഡ് കാർബണിൽ ഹൈഡ്രജനും CH3 ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇനി ഇത് നമുക്ക് E ആണോ Z ആണോ എന്ന് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, നമുക്ക് നമ്പറിങ് ചെയ്ത് നോക്കാം. EZ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് കാർബണിൽ ക്ലോറിനും ബ്രോമിനും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ബ്രോമിൻ്റെ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. ഇവിടെ ആണെങ്കിലോ ക്ലോറിൻ ആയിരിക്കും സെക്കൻഡ് പ്രയോറിറ്റി വരിക. ദെൻ ഹൈഡ്രജനും CH3യും കമ്പയർ ചെയ്യുന്ന സമയത്ത് CH3 ഗ്രൂപ്പിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ദെൻ നമ്മുടെ ഹൈഡ്രജനാണ് സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത്. സോ ഫസ്റ്റ് പ്രയോറിറ്റി വരുന്ന രണ്ട് ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ E ആൽക്കീൻ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. സോ ദിസ് ഇസ് E ആൽക്കീൻ. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് CH3 ആൻഡ് Cl ആർ ഓൺ ദി സെയിം സൈഡ് ഓഫ് ഡബിൾ ബോണ്ട്. നോക്കിയേ, CH3യും Clനും സെയിം സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി RS നൊട്ടേഷൻ ഫോർ സ്ട്രക്ചർ 3 chloro butane 2-ol. 3 chloro butane 2-ol ഉള്ള RS നൊട്ടേഷൻ ആണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് സ്ട്രക്ചർ വരച്ച് നോക്കാം. സോ ദിസ് ഇസ് 1 2 3 ആൻഡ് 4. നമുക്ക് സെക്കൻഡ് കാർബണിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പും ദെൻ തേർഡ് കാർബണിൽ ക്ലോറിനും ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നെ രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് നമ്മുടെ കൈറാൾ കാർബൺസ് വരുന്നത് സെക്കൻഡ് കാർബണും അതേപോലെ നമ്മുടെ തേർഡ് കാർബണുമാണ് കൈറാൾ കാർബൺ ആയിട്ട് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വരുന്നത്. സോ 2ഉം 3യും കാർബൺസിലാണ് നമുക്ക് ആക്ച്വലി RS നൊട്ടേഷൻ കാണാൻ പറ്റുന്നത്. സോ ഈ രണ്ട് ഓപ്ഷൻസ് എന്തായാലും പോസിബിൾ അല്ല. ഓക്കെ, ഇനി ഇതൊന്ന് മാറ്റി വരയ്ക്കാം. റിമെമ്പർ ദിസ് ഇസ് അവർ സെക്കൻഡ് കാർബൺ ആൻഡ് ദിസ് ഇസ് അവർ തേർഡ് കാർബൺ അക്കോർഡിംഗ് ടു ദി സ്ട്രക്ചർ. സോ ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അറ്റോമിക് നമ്പർ കൂടുതൽ വരുന്നത് ആർക്കാണ്, ഓക്സിജൻ ഗ്രൂപ്പിനാണ്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരു ഓക്സിജൻ ആയിരിക്കും. ദെൻ സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത് ഈ ഒരു ഹോൾ ഗ്രൂപ്പിനായിരിക്കും കമ്പയർ ടു CH3 അല്ലെ. സോ നമുക്കിവിടെ 2 കൊടുക്കാം. ദെൻ തേർഡ് പ്രയോറിറ്റി വരുന്നത് ഇവിടെയാണ്. ദെൻ ഫോർത്ത് പ്രയോറിറ്റി വരുന്നത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. സോ 1 2 3 നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് S കോൺഫിഗറേഷൻ ആണ് വരുന്നത്. സോ സെക്കൻഡ് കാർബണിൽ നമുക്ക് എന്ത് കിട്ടി, 2s എന്ന് കിട്ടി അല്ലെ. ഇനി നമ്മൾ തേർഡ് കാർബൺ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആർക്കാ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്, ക്ലോറിൻ ആയിരിക്കും. ദെൻ സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത് ഈ ഒരു ഹോൾ ഗ്രൂപ്പിനാണ്. സോ ഇവിടെ നമുക്ക് സെക്കൻഡ് നമ്പർ കൊടുക്കാം. ദെൻ തേർഡ് പ്രയോറിറ്റി വരുന്നത് CH3ക്കാണ്. ദെൻ ഫോർത്ത് പ്രയോറിറ്റി വരുന്നത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. നമുക്കറിയാം ഹൈഡ്രജൻ വരുന്നത് ഈ ഒരു വെർട്ടിക്കൽ ലൈനിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, കോൺഫിഗറേഷൻ ഇൻവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 2 3. സോ ദിസ് ഇസ് R. സോ 2s 3R ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആക്ച്വലി ഇതിൻ്റെ സ്ട്രക്ചർ തരാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മൾ വരച്ചിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ അക്കോർഡിംഗ് ആണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്.
ഈ ഒരു ക്വസ്റ്റ്യൻ അതുകൊണ്ട് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വേറെ രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെയിം സ്ട്രക്ചർ വരയ്ക്കാം. ഇപ്പം നമ്മളിത് ഹൊറിസോണ്ടലി ആണല്ലോ വരച്ചിരിക്കുന്നത്, അതിന് പകരം നമ്മളിപ്പോൾ വേർട്ടിക്കലി ആണ് വരക്കുന്നതെങ്കിലോ, ഈ ഒരു സെക്കൻഡ് കാർബണിൽ ഹൈഡ്രജൻ ഈ സൈഡ് വരും ആൻഡ് OH ഈ സൈഡിൽ വരും, ദെൻ CH3 വരും ഇവിടെ, അതേപോലെ ഇവിടെയും ഹൈഡ്രജൻ വരും, ദെൻ Cl വരും, ദെൻ CH3 വരും. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ വരുന്നത് ഹൊറിസോണ്ടൽ സൈഡിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കോൺഫിഗറേഷൻ ഇൻവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ aqueous solution of 6.3 gram oxalic acid dehydrate, ആക്ച്വലി ഇത് ഡൈഹൈഡ്രേറ്റ് ആണ്, is made up to 250 ml. The volume of 0.1 normal NaOH required to completely neutralize 10 ml of this solution is. സോ ഇത് നോർമാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ ലാബിൽ ചെയ്യുന്ന കാൽക്കുലേഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് അതാണ് തന്നിരിക്കുന്നത്. ഓക്സാലിക് ആസിഡ് നമുക്കറിയാം COH ആണ്. സോ COH 2H2O അതാണ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ്. ഇതിൻ്റെ മൊളിക്കുലാർ വെയിറ്റ് വരുന്നത് 126 grams ആണ്. ആൻഡ് ഇക്വിവാലന്റ് മാസ് വരുന്നത് 126/2 ആയിരിക്കും. കാരണം ഇവിടെ നമുക്ക് 2 ഹൈഡ്രജൻസ് ആണുള്ളത്, അതുകൊണ്ട് തന്നെ 63 grams ആയിരിക്കും ഇക്വിവാലന്റ് മാസ് വരുന്നത്. ഇനി നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഗ്രാം ഇക്വിവാലൻസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്ന ഓക്സാലിക് ആസിഡിന്റെ നോർമാലിറ്റി കാണാം. സോ നോർമാലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ equivalent mass divided by volume of solution in liter. ഓക്കെ, ഇനി ഗിവൺ മാസ് എന്ന് പറയുന്നത് 6.3 grams ആണ്. ഇക്വിവാലന്റ് മാസ് നമ്മൾ കണ്ടു 63 ആണ്. ആൻഡ് 250 ml സൊല്യൂഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 250 ഡിവൈഡഡ് ബൈ 1000 ചെയ്യേണ്ടി വരും ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നോർമാലിറ്റി 0.4 നോർമലാണ്. സോ ഗിവൺ ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ്റെ നോർമാലിറ്റി എന്ന് പറയുന്നത് 0.4 ആണ്. ഇനി നമ്മൾ എന്താ കാണേണ്ടത്, ദ വോളിയം ഓഫ് 0.1 നോർമൽ NaOH റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് 10 ml ഓഫ് ദിസ് സൊല്യൂഷൻ. സോ ഈ ഒരു ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ്റെ 10 ml ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര ml 0.1 നോർമൽ NaOH വേണം, അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് തൽക്കാലം നമ്മൾ ഈ കണ്ടിരിക്കുന്ന നോർമാലിറ്റി, അതായത് ഓക്സാലിക് ആസിഡിന്റെ നോർമാലിറ്റീനെ N1 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, N1 is equal to 0.4 നോർമൽ. ദെൻ വോളിയം V1 എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ എടുക്കുന്നത്, 10 ml ആണ്. സോ 10 ml വോളിയം നമ്മൾ എടുത്തു. ഇനി നമ്മുടെ നോർമാലിറ്റി ഓഫ് NaOH എന്ന് പറയുന്നത് N2 ആയിട്ട് എടുക്കാം. സോ ദാറ്റ് ഇസ് 0.1 നോർമൽ. നമുക്ക് കാണേണ്ടത് എത്ര വോളിയം NaOH സൊല്യൂഷൻ വേണ്ടി വരും, 0.1 നോർമൽ NaOH സൊല്യൂഷൻ വേണ്ടി വരും, അതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് നമുക്കറിയില്ല. സോ നമ്മുടെ ഇക്വേഷൻ വരുന്നത് N1V1 is equal to N2V2. സോ V2 എന്ന് പറയുന്നത് എന്ത് വരും, N1V1 ഡിവൈഡഡ് ബൈ N2 എന്ന് വരും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 0.4 നോർമൽ ഉണ്ട് ഇൻറ്റു 10 ml. സോ ദിസ് ഇസ് ഇൻ നോർമൽ ആൻഡ് ഡിവൈഡഡ് ബൈ N2 എന്ന് പറയുന്നത് 0.1 നോർമലാണ്. സോ 0.4 നോർമൽ ഇൻറ്റു 10 ml ഡിവൈഡഡ് ബൈ 0.1 നോർമൽ എന്ന് വരും. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 40 ml ആണ്. സോ ഇത്രയും ml 0.1 നോർമൽ NaOH സൊല്യൂഷൻ ഇസ് റിക്വയർഡ് ടു ന്യൂട്രലൈസ് 10 ml ഓഫ് 0.4 നോർമൽ ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വുഡ്സ് റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വുഡ്സ് റിയാക്ഷൻ ഓൺ എ മിക്സ്ചർ ഓഫ് ഈഥൈൽ അയഡൈഡ് ആൻഡ് N പ്രൊപ്പൈൽ അയഡൈഡ് ഡസ് നോട്ട് yield the hydrocarbon. So this is ethyl iodide and this is N propyl iodide. So ഇത് രണ്ടും തമ്മിലുള്ള വുഡ്സ് റിയാക്ഷനിൽ നിന്നും നമുക്ക് കിട്ടാത്ത ഹൈഡ്രോകാർബൺ ആണ് ചോദിച്ചിരിക്കുന്നത്, ഡസ് നോട്ട് yield എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വുഡ്സ് റിയാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കൈൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു ഹാലോ ആൽക്കൈൻ എടുത്തിട്ട് അതിന് സോഡിയം ആൻഡ് ട്രൈതറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈൻസ് ആണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ CH3Br ആണ് എടുക്കുന്നതെങ്കിൽ 2 ബ്രോമിൻ ഈ സോഡിയത്തിൻ്റെ കൂടെ പുറത്തേക്ക് പോകും. സോ 2Br is eliminated and along with that ഈ CH3 കണക്റ്റഡ് ആവും and we are getting an ethane. ഇനി നമ്മൾ ഈഥൈൽ ബ്രോമൈഡ് ആണ് ചെയ്യുന്നതെങ്കിലോ
ഈ 2 PR ഇതേപോലെ NaPr റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബ്യൂട്ടൈൻ ആണ് കിട്ടുന്നത്. സോ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഏത് ആൽക്കെയിൻ ആണോ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഹാലോ ആൽക്കെയിൻസ് എടുത്തിട്ട് നമ്മൾ സോഡിയം ഇൻ ഡ്രൈ ചെയ്ത് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് ഈത്തൈൽ ബ്രോമൈഡും N പ്രൊപ്പൈൽ അയഡൈഡും വുഡ്സ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് കിട്ടാത്ത ഹൈഡ്രോ കാർബൺ എന്നാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്കത് ചെയ്ത് നോക്കാം. ഫസ്റ്റ്ലി നമ്മുടെ ഈത്തൈൽ അയഡൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ നമുക്ക് കിട്ടുന്നത് ബ്യൂട്ടൈൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഈത്തൈൽ അയഡൈഡ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഫോർ ഈത്തൈൽ അയഡൈഡ്. സോ ഈത്തൈൽ അയഡൈഡ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബ്യൂട്ടൈൻ ആണ്. ആൻഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എന്തായാലും വരില്ല. ഇനി നമുക്ക് N പ്രൊപ്പൈൽ അയഡൈഡ് എടുത്ത് ചെയ്ത് നോക്കാം. സോ നമുക്ക് 2 മോളിക്യൂൾസ് ഓഫ് ഈത്തൈൽ അയഡൈഡ് വേണം. ആൻഡ് ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സോഡിയം ഇൻ ഡ്രൈ ചെയ്ത് 2 മോളിക്യൂൾസ് ഓഫ് NaI എലിമിനേറ്റ് ആവും. ഇവിടെ നമുക്ക് 2 Na ഉണ്ടാവും. ആൻഡ് 2 മോളിക്യൂൾ NaI എലിമിനേറ്റ് ആയി കഴിഞ്ഞാൽ along with that we will be getting a NHCl. So CH3 CH2 4 times CH3. സോ ബേസിക്കലി നമുക്ക് കിട്ടുന്നത് NHCl ആണ്. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷനും പോസിബിൾ അല്ല. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി കിട്ടുന്നതാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന മിക്സ്ചർ എന്ന് പറയുന്നത് ഇതിൽ രണ്ടും ഉണ്ടല്ലേ, ഈത്തൈൽ അയഡൈഡും ഉണ്ട് N പ്രൊപ്പൈൽ അയഡൈഡും ഉണ്ട്. സോ ദേ ക്യാൻ ഇന്റർമിക്സ് വിത്ത് ഈച്ച് അതർ. അതായത് 2 കോമ്പൗണ്ട്സും തമ്മിൽ മിക്സ് ചെയ്തിട്ടും നമുക്ക് ഈ സെയിം റിയാക്ഷൻ ചെയ്യാം. സോ നമ്മൾ എടുത്തിരിക്കുന്ന CH3 CH2I which is our ethyl iodide, and we have CH3 CH2 CH2I, that is our N propyl iodide. ഇനി ഇവർ രണ്ടും തമ്മിലാണ് റിയാക്ട് ചെയ്തതെങ്കിൽ 2 sodium iodide molecules will be removed from here, and along with that you will be getting 1 2 3 4 5 carbon alkane ആണ് കിട്ടുന്നത്, CH2 and CH3. so this is your N pentane ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ഓപ്ഷനിൽ ഈ ഒരു ഓപ്ഷനും പോസിബിൾ അല്ല. ഓക്കെ, സോ ആകെ ഏതായിരിക്കും വരുന്നത്? N പ്രൊപ്പൈൻ ആണ് ആൻസർ വരുന്നത്. സോ B ഈസ് യുവർ കറക്റ്റ് ആൻസർ. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വുഡ്സ് റിയാക്ഷൻ്റെ കേസിൽ നമ്മളിപ്പോൾ മീത്തൈൽ അയഡൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മീത്തൈൽ അയഡൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈഥൈൻ ആണ് കിട്ടുന്നത്. മീത്തൈൽ അയഡൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈഥൈൻ കിട്ടും. അതായത് നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് മീഥൈനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. So Woods reaction ഓർത്തിരിക്കേണ്ട കാര്യം, Woods reaction cannot be used for preparation of methane. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു മിക്സ്ചർ ആണ് എടുക്കുന്നതെങ്കിൽ, ഇതുപോലെയുള്ള ഒരു മിക്സ്ചർ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ കണ്ടു നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? NHCl കിട്ടാം, അതേപോലെ N pentane കിട്ടാം, അതേപോലെ തന്നെ N butane കിട്ടാം. സോ സ്പെസിഫിക്കലി നമുക്ക് ഇതിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻസിനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഹാലോ ആൽക്കെയിൻ മാത്രം എടുത്താൽ മതി. ഇപ്പം എക്സാമ്പിൾ നമുക്ക് ഈഥൈൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് CH3Br മാത്രം മതി. അതേപോലെ ബ്യൂട്ടൈൻ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് മതി? ഈഥൈൽ ബ്രോമൈഡ് മാത്രം മതി. പക്ഷേ നമുക്കൊരു ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതെങ്കിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു മിക്സ്ചർ ഓഫ് ഹാലോ ആൽക്കെയിൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലധികം പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യും, സൈഡ് പ്രൊഡക്ട്സ് ഫോം ചെയ്യും. സോ ഈ ഒരു റിയാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാൻ അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് അല്ല. ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, നോട്ട് വെരി യൂസ്ഫുൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് alkanes having odd number of carbon atoms. So ഇത്രയും കാര്യങ്ങളാണ് വുഡ്സ് റിയാക്ഷന്റെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് KOH is used for. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. നമ്മൾ ആൽക്കഹോളിക് KOHന്റെ പ്രസൻസിൽ ഒരു ഹാലോ ആൽക്കെയിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പീൻ ആണ് കിട്ടുന്നത്. സോ ബേസിക്കലി ഇവിടെയുള്ള ഒരു ഹൈഡ്രജനും ഇവിടെയുള്ള ഒരു ബ്രോമിനും കൂടി HBr ആയിട്ട് നമുക്ക് റിലീസ് ചെയ്യും, ആൻഡ് എ ഡബിൾ ബോണ്ട് വിൽ ബി ഫോംഡ് ബിറ്റ്വീൻ ദീസ് 2 കാർബൺ. സോ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വിളിക്കാം? ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഒരു ഹൈഡ്രജനും അതേപോലെ ഒരു ഹാലജനും ആണ് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നത്. സോ ദ റിയാക്ഷൻ ഇസ് ഡീഹൈഡ്രോ ഹാലജനേഷൻ ആൻഡ് വി ആർ ഗെറ്റിംഗ് എൻ ആൽക്കെയിൻ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next question, a complex has composition corresponding to formula COBr2Cl 4NH3. What is the structural formula if conductance measurements show 2 ions per formula unit? Silver nitrate solution gives an intermediate precipitate of AgCl but not AgBr.
ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണെങ്കിലും വളരെ സിമ്പിൾ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫോർമുലയാണ്. ഈ ഒരു ഫോർമുല കറക്റ്റ് ഏത് കോംപ്ലക്സ് ആണെന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതിന് നമുക്ക് കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൽ 2 അയോൺസ് ഉണ്ടെന്നാണ് കണ്ടക്ടൻസ് മെഷർമെന്റ്സ് പറയുന്നത്. സോ മോസ്റ്റ് ലൈക്ലി ഇറ്റ് വുഡ് ബി എ കാറ്റോൺ ആൻഡ് ആൻ ആനിയോൺ. ഒരു കാറ്റോണും ഒരു ആനിയോണും ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടുന്നത് AgClന്റെ പ്രസിപ്പിറ്റേറ്റ് ആണ്, AgBr പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നില്ല. സോ നമുക്കറിയാം കോംപ്ലക്സ് അയോണിന്റെ അകത്തുള്ള മൊളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, റിയാക്ഷനിൽ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് തരില്ല. സോ ഇത് കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ അകത്തുള്ള കോമ്പൗണ്ട്സ്, ഇതിന്റെ അകത്തുള്ള മൊളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് പുറത്തേക്ക് നമുക്ക് കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പുറത്തുള്ള അയോൺ ഏതാണോ ആ ഒരു അയോണിന്റെ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും നമുക്ക് ബേസിക്കലി കിട്ടുന്നത്. സോ നമുക്ക് AgClന്റെ പ്രസിപ്പിറ്റേറ്റ് കിട്ടും എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം എന്താ, നമ്മുടെ കോംപ്ലക്സിന്റെ പുറത്തുള്ളത് Cl മൈനസ് അയോൺസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, AgClന്റെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ ഒരൊറ്റൊരു ഓപ്ഷനിലേ അങ്ങനെ തന്നിട്ടുള്ളൂ, ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. അവിടെ മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ, Cl വരുന്നുള്ളൂ. സോ ബേസിക്കലി നമ്മൾ ഇതിന് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് AgNO3 ട്വൈസ് ഇങ്ങനെ ഒരു സൊല്യൂഷൻ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, AgCl ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു Cl പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് AgCl പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള അയോൺസ് എന്തായിരിക്കും, കോംപ്ലക്സിന്റെ അകത്തായിരിക്കും. സോ COBr2 NH3 4 times Cl. സോ ബാക്കിയുള്ള അയോൺസ് ഒക്കെ ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമുക്ക് Br-ഉം പുറത്തുണ്ടെങ്കിൽ, ആക്ച്വലി Br-ഉം പുറത്തുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, AgBrന്റെ പ്രസിപ്പിറ്റേറ്റും കൂടി പോസിബിൾ ആണ്. അതേപോലെ നമ്മൾ ഇതിന്റെ കണ്ടക്ടൻസ് മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് ആക്ച്വലി ഇത് അയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് AgNH3 4 times പ്ലസ് ആൻഡ് Cl മൈനസ്. സോ ഇങ്ങനെ 2 അയോൺസ് ആയിരിക്കും കണ്ടക്ടൻസ് മെഷർമെന്റിൽ കാണിക്കുന്ന ഈ 2 അയോൺസ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is not aromatic? അറോമാറ്റിക് അല്ലാത്ത കോമ്പൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് സൈക്ലോപെന്റാഡൈനൈൽ ആനിയോൺ. ആൻഡ് അറോമാറ്റിസിറ്റിന്റെ കണ്ടീഷൻ നമുക്കറിയാം. ആദ്യം തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കണം, സൈക്ലിക് ആയിരിക്കണം, ദെൻ പ്ലാനാർ ആയിരിക്കണം, അതേപോലെ കോൺജുഗേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ആണ്. ഡീലോക്കലൈസേഷൻ ഹക്കൽസ് റൂൾ, ദാറ്റ് ഇസ് 4n+2 പൈ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, ഇനി ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്ലാനാർ ആണ്, സൈക്ലിക് ആണ്, കോൺജുഗേറ്റഡ് ആണ്, ആൻഡ് ഓൾസോ 6 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ഇറ്റ് ഒബേസ് aromaticity or Huckel's rule of aromaticity. സോ ഈ ഒരു ഓപ്ഷൻ എന്തായാലും പോസിബിൾ അല്ല. ഇനി വരുന്നത് സൈക്ലോഹെപ്റ്റാഡൈനൈൽ കാറ്റയോൺ. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്തായാലും കോൺജുഗേഷൻ കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ പോസിബിൾ അല്ല. അതേപോലെ ഇവിടെയുള്ള കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത് ഈ 2 കാർബൺ ആറ്റംസും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് എന്തായിരിക്കണം, sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റംസ് ആണ് വേണ്ടത്. സോ ഈ ഒരു കോമ്പൗണ്ടും അരോമാറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇത് നമുക്ക് ആൻസർ ആണ്. ആൻഡ് അടുത്തത് വരുന്നത് സൈക്ലോപെന്റാഡൈനൈൽ കാറ്റയോൺ. സോ ദിസ് ഇസ് സൈക്ലോപെന്റാഡൈനൈൽ കാറ്റയോൺ. ഇവിടെ സൈക്ലിക്, പ്ലാനാർ, കോൺജുഗേറ്റഡ് ആൻഡ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റംസ് ആണ്. പക്ഷേ ഇവിടെ ഉള്ളത് 4n പൈ ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം ഇസ് ആന്റി അരോമാറ്റിക്. സോ ഈ ഒരു സിസ്റ്റം ആന്റി അരോമാറ്റിക് ആണ്. ഇനി വരുന്നത് സൈക്ലോപെന്റാഡൈനൈൽ അയേൺ ആണ്. സോ ദാറ്റ് ഈസ് അവർ ഫെറസീൻ. സോ ഇതും ഈ ഒരു സിസ്റ്റം ആക്ച്വലി അരോമാറ്റിക് ആണ്. സോ നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെ വരാം, ഓപ്ഷൻ ബിയും വരാം, ഓപ്ഷൻ സിയും വരാം. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ 2 ആൻസറും വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following alkyl halide will react by both SN1 and SN2? സോ SN1ലും SN2ലും റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ആൽക്കൈൽ ഹാലൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ SN1 റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിങ് ടെൻഡൻസി വരുന്നത് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിനായിരിക്കും, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി, ദെൻ വരുന്നത് 0 ഡിഗ്രി, അതായത് നമ്മുടെ മീഥൈൽ ഹാലൈഡ്. ദെൻ SN2 ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് 0 ഡിഗ്രിക്കാണ്, ദെൻ പ്രൈമറി, ദെൻ സെക്കൻഡറി ആൻഡ് ദെൻ ടെർഷ്യറി. സോ 2 പാത്വേയിലും റിയാക്ട് ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി സെക്കൻഡറി ഹാലൈഡ്സിനായിരിക്കും. ഓക്കെ, സോ സെക്കൻഡറി ഹാലൈഡിന് ബോത്ത് SN1 ആൻഡ് SN2 പോസിബിൾ ആണ്. ഇനി നമുക്ക് 1 by 1 നോക്കാം. സോ ഇതിൽ നമുക്കുള്ളത് 0 ഡിഗ്രി ആൽക്കൈൽ ഹാലൈഡ് ആണ്, വിച്ച് ഇസ് മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് SN2. ആൻഡ്
ഇവിടെയാണെങ്കിലോ ഇവിടെ നമുക്ക് വരുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. സോ ഇവിടെയും SN2-നാണ് കൂടുതൽ പ്രയോറിറ്റി വരുന്നത്. ആൻഡ് ദിസ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. സോ ഇവിടെ SN1-ഉം SN2-ഉം പോസിബിൾ ആണ്. ആൻഡ് ഹിയർ വി ആർ ഹാവിങ് tertiary alkyl halide. So this favors SN1 reaction. So option C ആണ് correct answer വരുന്നത്. Both SN1 and SN2. Next question, which of the following cannot be employed to prepare alkyl halides? So alkyl halide preparation നമ്മൾ യൂസ് ചെയ്യാത്ത റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഡാർസൺ റിയാക്ഷൻ ആണ്. ഡാർസൺ റിയാക്ഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അതായത് നമ്മളൊരു ആൽക്കഹോളിന് നമ്മുടെ തൈനൈൽ ക്ലോറൈഡ് SOCl2 വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് RCl പ്ലസ് SO2 പ്ലസ് HCl. സോ ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്നത് ആൽക്കൈൽ ഹാലൈഡ് ആണ്. സോ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ്സ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആണ്. കാരണം ഈ സൈഡ് പ്രൊഡക്ട്സ് ഒക്കെയും ഗ്യാസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. സോ ഗ്യാസസ് നമുക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. സോ ഇതാണ് ഡാർസൺ റിയാക്ഷൻ അല്ലെങ്കിൽ ഡാർസൺ പ്രോസസ് എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു റിയാക്ഷൻ ഉണ്ട്, അതാണ് നമ്മുടെ ഡാർസൺസ് എസ്റ്റർ സിന്തസിസ്. സോ അതൊരു കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. ആക്ച്വലി ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ഇവർ റെഫർ ചെയ്തിരിക്കുന്ന റിയാക്ഷൻ ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ ആണ്. ബട്ട് അലോങ് വിത്ത് ദാറ്റ് നമുക്ക് ഡാർസൺസ് കണ്ടൻസേഷൻ എന്താണെന്നും കൂടി നോക്കാം. സോ ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ എടുക്കുന്നത് ഒരു ആൽഫ ഹാലോ എസ്റ്റർ ആണ്. സോ ഇവിടെ ഒരു ആൽഫ പൊസിഷനിൽ ഹാലജൻ ഗ്രൂപ്പ് പ്രസന്റ് ആണ്. And we are treating it with an aldehyde or ketone in the presence of a base. So basically ബേസ് വരുന്ന സമയത്ത് ഈ ഒരു ഹൈഡ്രജന് ഡീപ്രോട്ടണേഷൻ സംഭവിക്കും. ഇനി ഈ ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. സോ ഇത് ഇങ്ങോട്ടേക്ക് പോവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് RCrO- then CCl, അതേപോലെ അടുത്ത കാർബണിൽ COO, C2H5. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു O- വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും ആൻഡ് ഈ ഒരു Cl പുറത്തേക്ക് പോകും. സോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും, വിച്ച് ഈസ് ആൻ എപ്പോക്സി എസ്റ്റർ, ദാറ്റ് ഈസ് ഗ്ലൈസിഡിക് എസ്റ്റർ. സോ ഇതാണ് ഡാർസൺസ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു റിയാക്ഷന് നമ്മൾ ഡാർസൺസ് റിയാക്ഷൻ എന്നാണ് പറയാം. ഓക്കെ, സോ അത് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് MPV റിഡക്ഷൻ ആണ്. MPV റിഡക്ഷൻ വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു കാർബണൈൽ കോമ്പൗണ്ട് എടുക്കുന്നു. സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് മെർവിൻ പോൺട്രോഫ് വേർലി റിഡക്ഷൻ, ദാറ്റ് ഈസ് ദി ഫുൾ ഫോം. ആൻഡ് നമ്മളിവിടെ ചെയ്യുന്നത് അലൂമിനിയം ഐസോപ്രൊപ്പോക്സൈഡിന്റെ പ്രസൻസിൽ, അതേപോലെ തന്നെ നമ്മുടെ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. സോ ഇതാണ് നമ്മുടെ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി C ഡബിൾ ബോണ്ടോക്ക് പകരം ഇവിടെ എന്ത് വന്നു, OH വന്നു. ആൻഡ് ഇവിടുത്തെ OH പകരം ഇവിടെ ഡബിൾ ബോണ്ടോ വന്നു. സോ അറ്റ് എ ടൈം ഇവിടെ റിഡക്ഷൻ നടക്കുന്നുണ്ട്, അതേപോലെ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഈ കാർബണൈൽ കോമ്പൗണ്ടിന് റിഡക്ഷൻ നടന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇങ്ങനൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നടക്കുന്നത് ഈ ഒരു കാർബണിന് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഇനി ഈ ഒരു സെയിം റിയാക്ഷൻ ബാക്ക്വേർഡ്, ഇത് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് നോൺ ആസ് MPV റിഡക്ഷൻ. ആൻഡ് ഇതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഓപ്പൺ ഓയർ ഓക്സിഡേഷൻ എന്നാണ് വിളിക്കുക. ഓപ്പൺ ഓയർ ഓക്സിഡേഷൻ. സോ ദിസ് ഇസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇനീഷ്യലി നമ്മളൊരു ആൽക്കഹോൾ എടുത്തിട്ട് അതിന് ഓക്സിഡേഷൻ നടക്കുമ്പം നമുക്ക് ഇവിടെ ഒരു കീറ്റോൺ ആണ് ഫോം ചെയ്യുന്നത് അല്ലെ. അതായത് ഓപ്പൺ ഓയർ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് കീറ്റോണിന്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. സോ ഈ ഒരു ഓപ്ഷൻ ആക്ച്വലി പോസിബിൾ അല്ല. നമുക്ക് MPV റിഡക്ഷൻ യൂസ് ചെയ്തിട്ട് ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് കിട്ടില്ല. സോ ഓപ്ഷൻ B ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി നോക്കാം. മാർക്കോണിക്കോഫ് എഡിഷൻ ഓഫ് HCl ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ. സോ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലേക്ക് നമ്മൾ മാർക്കോണിക്കോഫ് എഡിഷൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ പ്രൊപ്പീൻ എടുക്കാം, N-പ്രൊപ്പീൻ. മാർക്കോണിക്കോഫ് എഡിഷനിൽ നമുക്ക് കിട്ടുന്നത് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ ആണ്. സോ ഹൈഡ്രജൻ നമ്മൾ ഇവിടെ ആഡ് ചെയ്യും ആൻഡ് ക്ലോറിൻ നമ്മൾ സെക്കൻഡ് കാർബണിലായിരിക്കും ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് ബേസിക്കലി ഒരു സെക്കൻഡറി ഹാലോ ആൽക്കൈൻ ആണ് നമുക്കിവിടെ ഫോം ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ യൂസ് മാർക്കോണിക്കോഫ് എഡിഷൻ ടു പ്രിപ്പയർ ആൽക്കൈൽ ഹാലൈഡ്സ്. സോ ഈ ഒരു ഓപ്ഷൻ എന്തായാലും വരില്ല. ഇനി അടുത്ത തന്നിരിക്കുന്നത് ഹാലജിനേഷൻ ഓഫ് ആൽക്കീൻസ് ആണ്. സോ നമ്മളൊരു ആൽക്കീനെ ഹാലജിനേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഹാലോ ആൽക്കീൻസ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് ഡൈഹാലൈഡ്സ് ആണ് കിട്ടുന്നത്. സോ നമുക്ക് ഇതും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആൽക്കൈൽ ഹാലൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മുടെ ഓപ്ഷൻ ഏത് വരും, ഓപ്ഷൻ B ആണ് വരുന്നത്. MPV റിഡക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആൽക്കൈൽ ഹാലൈഡ്സിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല.
Next question, aniline reacts with glycerol in the presence of sulfuric acid and nitrobenzene as an oxidizing agent. Which among the following statement is more correct? So ഈ ഒരു റിയാക്ഷൻ ഐഡന്റിഫൈ ആണ് നമുക്ക് ബേസിക്കലി വേണ്ടത്. ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് അനിലീനെ നമ്മൾ ഗ്ലിസറോളുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് H2SO4 ആൻഡ് നൈട്രോബെൻസീൻ. ആൻഡ് ഇവിടെ നൈട്രോബെൻസീൻ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്വിനലീൻ ആണ്. ഓക്കെ, so this is a heterocyclic compound and ഈ ഒരു particular reaction നമ്മൾ വിളിക്കുന്ന പേരാണ് Scrop reaction. So this is the Scrop synthesis of quinolene. Okay, so നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.